അപ്പുറത്തെ വീട് കാണുന്നത് തിരുവനന്തപുരം ജില്ലയും ഈ വണ്ടി കാണുന്നത് കൊല്ലം ജില്ലയുമാണ്. ഇവിടുത്തെ CITUകാർക്ക് എന്തെങ്കിലും ലോഡ് ഇറക്കേണ്ടി വന്നാൽ ഈ വസ്തുവിന്റെ ആധാരം വരെ നമ്മൾ പണയം വെച്ച് കൊടുക്കണം. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് പ്രിയയ്ക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. പ്രിയയുടെ വീട് പണി നടക്കുകയായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാത്രിയിൽ വീടിന്റെ മുറ്റത്ത് പാകുന്നതിന് വേണ്ടിയുള്ള തറയോടുകളുമായി വണ്ടി എത്തിയത്. പക്ഷേ അമിത കൂലി CITU ചുമട്ടുതൊഴിലാളികൾ ചോദിച്ചതിനെ ചൊല്ലി പിന്നെ അത് തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. ഒടുവിൽ 150 തറയോടുകൾ പ്രിയയ്ക്ക് ഒറ്റയ്ക്ക് ഇറക്കേണ്ടി വന്നു. എനിക്ക് ഈ ടെമ്പോ ഇതിനകത്ത് കയറാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവര് തന്നെ ഇതെല്ലാം പറഞ്ഞു തന്നു. ഞാൻ കയറി പിടിച്ചു നോക്കിയപ്പോ അനങ്ങുന്നുണ്ട്. പിന്നെ ഇട്ടു. അപ്പൊ എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഒന്നും വീതേ വരുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോകും. അപ്പം പൊട്ടാതിരിക്കാൻ വേണ്ടി തറയിൽ വീണ കല്ല് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പേര് ഞങ്ങളെ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു, ജോലിക്കാര്. അവരോട് പറഞ്ഞു ഒന്ന് കല്ലം കൊണ്ട് നീക്കി വെക്കണേന്ന് പറഞ്ഞു. നീക്കി വെക്കാൻ പറഞ്ഞപ്പോൾ ഇവരെല്ലാരും കൂടെ ഒന്ന് തൊടാൻ പറ്റത്തില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. അധ്യാപിക ഒരു പരാതി തന്നു കഴിഞ്ഞാൽ അന്വേഷണം നടത്തിയിട്ട് അതിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ കാർഡ് ക്യാൻസലാക്കും. പക്ഷേ പ്രിയ പറഞ്ഞതെല്ലാം നിഷേധിക്കുകയാണ് CITU നേതൃത്വം. ബംഗാളിൽ വന്നിട്ട് ഇറക്കാൻ വന്നത് ബംഗാളിയുടെ അടുത്ത് ഇറക്കാൻ പറ്റത്തില്ല എന്ന നിലയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ബംഗാളിൽ ഇറക്കണ്ട, ഇത് ഇവിടെ തൊഴിലാളികളുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിനകത്ത് കയറ്റിയിട്ടുള്ള നിയമം അനുസരിച്ച് നിങ്ങളെ വീട്ടുകാർക്ക് ലോഡ് ഇറക്കാം എന്ന് പറയുന്നു. പ്രിയകാര് ലോഡ് ഇറക്കും. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ചുമട്ടുതൊഴിലാളികൾക്കെതിരെ ഇത്തരം പരാതികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഗൗരവമുള്ള സംഭവമാണ്. അതിൽ നടപടി ഉണ്ടാകേണ്ടതാണ്. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പരാതിക്കാരെ പ്രിയ വിനോദ് തത്സമയ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രിയ വിനോദ്, ആദ്യം തന്നെ ഈ ധൈര്യം കാണിച്ചതിന് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെ തുടങ്ങുകയാണ്. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ആദ്യത്തേതുമല്ല. കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ ദുരനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവുന്നതാണ്. ഇന്ന് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായി? എത്രത്തോളം മനോവിഷമം ഉണ്ടായിട്ടുണ്ട് അധ്യാപികയുടെ പ്രിയ വിനോദിന്? ഇത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീടിനുള്ളിൽ പാകാനുള്ള ടെയില് ഇറക്കിയപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ മുറ്റം എന്ന് പറയുന്നത് ഇത്തിരി നന്നായിട്ട് സ്പേസ് ഉള്ള ഇടമാണ്. അപ്പോൾ അവിടെ വാഹനം കയറി വന്ന് ഈ വരാന്തയിലേക്ക് വാഹനത്തിൽ നിന്ന് ഡയറക്റ്റ് വരാന്തയിലേക്ക് ഇറക്കി വെക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ലീവ്, ഞങ്ങൾ ഈ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടുന്ന ഒരു 5 ദിവസം 7 ദിവസം ഒക്കെയാണ് ഞങ്ങൾ കൂടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോകും. അങ്ങനെയാണ് ഇവരുടെ പണി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെക്കാൻ എൻ്റെ ഹസ്ബൻഡിനും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരാരെങ്കിലും കാണും, അവരും കൂടി എടുത്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ അന്ന് CITUകാർ വന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങൾക്ക് ലോഡ് ഇറക്കണം എന്ന് പറഞ്ഞിട്ട്. ശരി, നിങ്ങൾ ഇറക്കിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കയറ്റിയതിൽ നിന്നും 12 മടങ്ങോളം 10 മടങ്ങിലധികം 12 മടങ്ങോളം അധികം കൂലിയാണ് ഇവർ ചോദിച്ചത്. കുറച്ച് ടെയിൽ ഇറക്കി അവിടെ വെച്ചപ്പോൾ 12,000 രൂപ. അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു. സ്ക്വയർ ഫീറ്റിന് ഇത്ര വെച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതൊരു 10-12,000 രൂപയാവുന്നു. പറഞ്ഞു അത് ഞങ്ങൾ ചോദിച്ചില്ല, 8,500 രൂപ വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് ഇവരുടെ ലോക്കൽ സെക്രട്ടറിയോ CITUവിൻ്റെ നേതാക്കളെയൊക്കെ വിളിച്ച് ഒരു 2-3 മണിക്കൂർ നേരം ഇവരെല്ലാം വന്ന് സംസാരിച്ച് അവസാനം ഇതൊരു 3,850 രൂപ, അവർ പറഞ്ഞ റേറ്റ് തന്നെ പറഞ്ഞു വന്ന് നേതൃത്വം പറഞ്ഞ് 3,850 രൂപയ്ക്ക് കൊടുത്തു. അത്രയും കൊടുക്കണം. അപ്പം 4,000 ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞ് പറ്റത്തില്ല, 150 രൂപ വെറുതെ കിട്ടത്തില്ലല്ലോ. ഈ 3,850 രൂപ കൊടുത്തു. അപ്പോൾ ബില്ല് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കൊടുത്തേ. ഇന്ന് വരെയും ഞങ്ങൾക്ക് ഈ ബില്ല് കിട്ടിയിട്ടില്ല. അതൊരു സഖാവ് ഹർഷൻ എന്ന് പറഞ്ഞ് വന്ന ഒരാളായിരുന്നു. അവരുടെ എന്തോ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾക്ക് ഇതുവരെയും ബില്ല് തന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ തന്നെ ബില്ല് തരാമെന്ന് പറഞ്ഞ് പോയതാണ്, തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതെന്താണ് ഇത്രയും, ഞങ്ങളിത് കയറ്റി ഇതേ സാധനം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റിയപ്പോൾ 1000 രൂപയോളം അത്രയല്ലേ ആയുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഇത് ഇത്രയും ആയതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി അവിടെ നിന്നവർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഈ ഒരു തച്ചോണം കുമ്പിൾ ഏരിയയിൽ ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. ഇവരുടെ ഒരു താത്വിക അവലോകനം എന്നൊക്കെ പറയുന്നത് പോലെ CPM-നും CITUവിനും ഒക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. അതിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഇത് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇവർക്ക് സാലറി കൊടുക്കാൻ അല്ലെങ്കിൽ കൂലി കൊടുക്കാൻ ഞങ്ങളൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് കഴിയത്തില്ല. അവിടെ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആ ഏരിയയിലുള്ള ഒരുപാട് പേര്, നിരവധി പേര് വീട് വെച്ചവർ തലേ ദിവസം അല്ലെങ്കിൽ ആ വീട് വെച്ചവർ നിർമ്മാണ തൊഴിലാളികൾ വീടിനുള്ളിൽ സിമൻറ്റ് ഇറക്കിയിട്ട് അന്ന് വൈകുന്നേരം ഇവർ ചെന്ന് ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് പോയ സംഭവങ്ങളുണ്ട്. വീട് വയ്ക്കാൻ വേണ്ടി മരം മുറിച്ചിട്ട്
ആ മരം കയറ്റുന്നതിന് അമിതമായി ഈടാക്കിയവരുണ്ട്. തടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അവിടെ നിന്ന് മരം വാങ്ങാറില്ല. കാരണം ഇവരുടെ ഈ ചുമട്ട് തൊഴിലാളി ഇത് ആ പള്ളി ജംഗ്ഷനിൽ തച്ചോണം എന്ന് പറയുന്ന ജമാ മസ്ജിദിൻ്റെ അവിടെ പള്ളി ജംഗ്ഷനിൽ പരസ്യമായി മദ്യപിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് ഒക്കെ നടക്കുന്ന കുറേ ടീമുകളാണ്. അവിടെ വെറുതെ ഇരിക്കും കുറേ പേര് ഇങ്ങനെ. എന്നിട്ട് ഇവർ എന്നോട് അന്നേരം പറയുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി നിങ്ങൾ വീട് വയ്ക്കുകയല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് പൈസ ഞങ്ങൾക്ക് കൂടെ തന്നുകൂടാ, ഇവർ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ മറുപടി ആ ലൈവിൽ തന്നെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കേൾക്കാം. ലക്ഷങ്ങൾ ചിലവാക്കി ഞങ്ങൾ വീട് വയ്ക്കുന്നത് ആരും കൊണ്ട് തരുന്നതല്ല. ഞങ്ങൾ ലോൺ എടുത്തും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ ഞങ്ങളെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വെറുതെ കൊടുക്കാനില്ല. ജോലി ചെയ്യുന്ന ആർക്കും ഞങ്ങൾ ജോലി കൊടുക്കാതെ ഇരിക്കുന്നില്ല. ഈ 5 വർഷമായി സ്ഥിരമായ ആൾക്കാർ തന്നെയാണ് ഞങ്ങളെ വീട്ടിൽ പണി ചെയ്യുന്നത്. ഒരാൾ പോലും പിണങ്ങി പോയിട്ടുമില്ല. അപ്പോൾ അത്തരം ഒരു സമീപനത്തിൽ ഇവര് ചോദിക്കുന്ന ഈ ഒരു മോശമായിട്ടുള്ള ഒന്നും സംസാരമോ അല്ലെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ വന്ന ആളുകൾ ഇത്രത്തോളം അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അസഫ്യം ഒക്കെ സംസാരിച്ചോ? അസഫ്യം സംസാരിച്ചത് മദ്യപിച്ചിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങ് വണ്ടി ഈ ഗേറ്റിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഇവർ വണ്ടി അവിടെ അകത്തോട്ട് ഇടാൻ സമ്മതിക്കില്ല. ഈ വാഹനം പുറത്തെടുക്കണം, പുറത്ത് ഇറക്കിയിട്ട് ഇവർക്ക് ഇറക്കണം ഇത്. അപ്പം ഞാൻ ഇവരോടൊന്നും സംസാരിച്ചില്ല. കാരണം കാണുമ്പോഴേ നമുക്കറിയാം മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ മദ്യപിച്ച് വർത്താനം പറയുകയും ഇത്തിരി നേരെ നിൽക്കാൻ വയ്യാത്ത രീതിയിലൊക്കെ നിൽക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഓരോരുത്തരെയായിട്ട് ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഇരുട്ടുമായിരുന്നു. വലിയ കാര്യം ആ അവസ്ഥയിൽ ടൈൽ എടുപ്പിക്കാത്തത് വലിയ കാര്യം ടീച്ചറെ. എന്തെടുപ്പിക്കാത്തത്? ആ അവസ്ഥയിൽ ഈ വീട്ടുപകരണങ്ങൾ എടുപ്പിക്കാത്തത് വലിയ കാര്യം. അതെ അതെ. അപ്പോൾ ഈ ജോലി പിന്നെ ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാം. അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനവും സ്വന്തം ടൈലുമാണ് ചിതറ ഭാഗത്തുനിന്ന് വന്ന ഒരാളാണ്. ദിന്നിലെന്നോ മറ്റോ അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിത് അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവര് ഒരു കല്ലെടുത്തെറിയുകയോ അടിക്കുകയോ ഒക്കെ ചിലവരെല്ലാവരും മദ്യവെച്ചിട്ടൊക്കെ നിൽക്കുകയാണ് ടീച്ചറെ. അപ്പോൾ ഞങ്ങൾക്കിത് അകത്തോട്ടിടാം. എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട്. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ധൈര്യമായിട്ട് വണ്ടി അകത്തിടൂ പറഞ്ഞ്. അപ്പം ഞാൻ ചെന്നതിന് ശേഷം തന്നെ 2 പ്രാവശ്യം ഈ വണ്ടി പുറത്തോട്ടിട്ടു. അപ്പോൾ ആ റോഡ് വന്ന് കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും, ആ വഴി ഇടിഞ്ഞിരിക്കുന്നതും എല്ലാം. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ വണ്ടി അകത്തിടും, ഞാൻ പോലീസിനെ വിളിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞത് പോലീസ് വരട്ടെ, എന്താ ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ പാങ്ങോട് പോലീസല്ലേ, പാങ്ങോട് പോലീസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം, ഇവിടെ പാങ്ങോട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ നിന്ന് അവരുടെ സ്റ്റാഫും ഒക്കെ ഉണ്ട്. നമ്മളിത് കൊടുക്കുമ്പോൾ ഈ റേറ്റിന് ഇത്ര റേറ്റ് പറഞ്ഞാണ് ഇവർ നമ്മുടെ സൈറ്റിൽ ഇറക്കി തരികയാണ് ചെയ്യുന്നത് നമ്മളെ മുറ്റത്ത്. അപ്പോൾ അതിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് ഇവർക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ട, ഇത് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് അവിടെ ഇറക്കി വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ അതുപോലും ഇവർ സമ്മതിക്കുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കയറ്റിക്കോ, ഞാൻ ഇറക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് വീണ്ടും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങളെ വീട്ടുമുറ്റത്താണ് ഇറക്കുന്നത്, ഇതിനകത്ത് ആരെങ്കിലും സംസാരിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് തോന്നി. എൻ്റെ ഫോണിലല്ല സംസാരിച്ചത്. അന്നേരം പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ എവിടെയായാലും പുറത്ത് ഞങ്ങൾ ഇറക്കും, ഇനി നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്താണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി അങ്ങ് ഇറക്കുകയുള്ളൂ, അല്ലാതെ വേറൊരാൾ ആ കല്ലിൽ തൊടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് ശരി ഡ്രൈവറെ കൊടുക്കാൻ പറഞ്ഞു. ഡ്രൈവറോട് പറഞ്ഞ് പ്രിയ ഇറക്കിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി കല്ല് പിടിച്ച് നോക്കിയാൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചു. 150 കല്ലുണ്ട്. അതിലൊരു 2 രൂപ വെച്ച് ക്രമപ്രകാരമുള്ള ഏകീകൃത കൂലി സമ്പ്രദായം ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നാടാണ്. അത് പ്രകാരമാണെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ്. തുച്ഛമായ പൈസക്കാണ്. എത്ര മടങ്ങാണ് ചോദിച്ചതല്ലേ, എത്ര മടങ്ങ്? ഇത്രയും രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം നമുക്ക് അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ നമ്മൾ ഇതങ്ങ് പാടെ ഒഴിവാക്കി. ഇനി അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വീട്ടിനകത്ത് ഇറക്കാം. അതുപോലെ ഗാർഹിക ആവശ്യങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ലേ? ആ നിയമം 2018 സുശക്തമായൊരു നിയമം പാസ്സാക്കി. അതിനുശേഷം എന്താണ് ഈ ഗാർഹിക ആവശ്യങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇറക്കുന്നതിനൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളിനെ നിയോഗിക്കാമെന്ന ചട്ടമുണ്ട്. അത് ഹൈക്കോടതി ഉൾപ്പെടെ പലപ്പോഴും അത് ശ്രദ്ധ ക്ഷണിക്കുകയും സമാന കേസുകളിൽ ഊന്നി പറയുകയും ചെയ്തതാണ്. സാധാരണക്കാരായ ആൾക്കാർ ഈ നിയമങ്ങളൊക്കെ അജ്ഞരാണ്. ഇപ്പം ഇത് വാർത്ത കണ്ടിട്ട് എത്ര പേര് ഞങ്ങളും ഇത് മുഴുവനും പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ലോ. പക്ഷേ അവരെല്ലാം ഇത് ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഇതിന് ഇവരുടെ ആവശ്യമില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്ത് ഇതൊരു ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റെന്തിനോ പൊതു സ്ഥലങ്ങളിൽ ഇറക്കുമ്പോഴേ നമുക്ക് ഇവർക്ക് ഈ ഒരു റേറ്റ് അനുസരിച്ചുള്ള ഇതൊക്കെ കൊടുക്കേണ്ടിയുള്ളൂ. ഇത് ഞങ്ങളുടെ വീടിനുള്ളിലാണ് ഇത് നടക്കുന്നത്. ഇത് സാധാരണക്കാരായ ആൾക്കാരെ ഇത് ധരിപ്പിക്കണം. എല്ലാ ജംഗ്ഷനിലും ഈ CITU അല്ലെങ്കിൽ INTUC ഈ ലോഡിംഗ് തൊഴിലാളികളുടെ സംവിധാനം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു ചാർട്ട് പബ്ലിക്കായിട്ട് പ്രസിദ്ധീകരിക്കണം. ആൾക്കാർക്ക് ഇത് അറിയണം, ഇതിന്റെ കൂലി ഇത്രയാണെന്ന്. അല്ലാതെ ലക്ഷങ്ങൾ ചെലവാക്കി വീട് വയ്ക്കുമ്പം അതിന്റെ പണം ഇവർക്ക് കൂടി പണം പിരിച്ചുകൊണ്ടുപോയി ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ മദ്യപിക്കാനോ അല്ലെങ്കിൽ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കാണുമായിരിക്കും. പക്ഷെ ഞങ്ങൾ കാണുന്നതാണ് നിരന്തരം. ഒരുപാട് പേരുണ്ട്. ഇതുകൊണ്ട് ടീച്ചർ ദൈനംദിനം ജോലി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ CITU തൊഴിലാളി സഹോദരന്മാരുണ്ട്. അതിൽ ഒരു വിഭാഗമാണല്ലോ ആ സംവിധാനത്തെ മുഴുവൻ നാറ്റിക്കുന്നത്.
ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലും ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് വന്നവരിൽ എത്ര പേരാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്ര പേരാണ് മോശമായിട്ട്, കുറേ പേര് മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് വന്നൊന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് ലൈവ് പോകുന്ന സമയത്ത് അവരിന്ന് പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ വൈറലാവും കേട്ടാടോ, ഇത്രയും നാൾ നമ്മളെ ഈ തച്ചോണത്ത് മാത്രമല്ലേ അറിയാവുള്ളൂ, ഇനിയിപ്പോൾ നമ്മളെ ലോകം മൊത്തം കാണാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കമൻസ് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിങ്ങനെ നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നാട്ടുകാരെ എന്താണ് വെറുപ്പിച്ചതെന്നോ? ഈ രാത്രി 10 മണി വരെ ഇവിടെ പേടിച്ച് കഴിയായിരിക്കും ടീച്ചറെ. ഇവരുടെയൊക്കെ കയ്യൂക്ക് കൊണ്ടും ഈ പറയുന്ന ഗുണ്ടായുസം ഭീഷണിയെ കൊണ്ട് ബാക്കിയുള്ള നാട്ടിലുള്ള ആളുകൾ പറഞ്ഞ പോലെ ഒരു അലിഖിത നിയമം, എഴുതപ്പെടാത്ത സ്വന്തം ഒരു നിയമം, സ്വന്തം ഒരു സാമ്രാജ്യമാണ് ഉണ്ടാക്കിയതെന്ന് പോകും ആ നാടിനെ കുറിച്ച്. ഈ അവസ്ഥയാണെങ്കിൽ ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹർഷമാം, അങ്ങേറ്റം നാണമില്ല എന്ന് ചോദിക്കുകയാണ്. ആദ്യം ചോദിക്കേണ്ടി വരും. കാരണം ഈ കാളച്ചന്തയിൽ കാളയെ വിൽക്കുമ്പോൾ നമ്മൾ ലേലം വിളിക്കുമല്ലോ, ഇത്ര രൂപ 1000 ലേലം വിളി പോലെയാണ്. ഇവിടെ ഒരു ഏകീകൃത നിയമമുണ്ട്. ആ നിയമത്തേക്ക് നിങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയാണോ? മാത്രമല്ല ബില്ല് പോലും കൊടുത്തില്ല. അപ്പോൾ ഇത് ഇതിപക്ഷം പിടിച്ചു പറിക്കാൻ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശ്രീ ഹർഷകുമാർ പറഞ്ഞോളൂ. ആദ്യമേ പറയട്ടെ, ഇത് യഥാർത്ഥത്തിൽ ഒരു അസംബന്ധമായ കാര്യങ്ങളാണ് ഇപ്പം പ്രിയ ഇവിടെ പറഞ്ഞത്. അസംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളെ ആദ്യം കൊടുത്ത ഇൻട്രൊഡക്ഷനെ കൊടുത്തപ്പോഴത്തേക്ക് എന്തെല്ലാം വളരെ ഗുണ്ടായിസം കാര്യങ്ങളാണ് എന്ന നിലയിലൊക്കെ അല്ലേ നിങ്ങൾ വർത്തമാനം പറഞ്ഞത്. ഇതിനെ പിന്നെ ഏത് പേരിട്ട് അങ്ങനെയുള്ള അല്ല, ഇത് അങ്ങനെയുള്ളൊരു സംഭവം അല്ലല്ലോ. ഇപ്പൊ നമ്മളെ നാട്ടില് വീട് വയ്ക്കുന്നതിന്റെ കയറ്ററൊക്കെ എല്ലാം കാലാകാലങ്ങളായി വർഷങ്ങളായി തൊഴിലാളികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ടിപ്പറും മറ്റുമെല്ലാം വന്നപ്പം പാറപ്പൊടിയായാലും മെറ്റലായാലും ചുടുകെട്ടായാലും എല്ലാം അവര് ഇപ്പൊ ടിപ്പറിൽ കൊണ്ട് തട്ടുന്ന സ്ഥിതിയാണുള്ളത്. ആകെ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്റർലോക്ക്, ടൈൽസ്, ഗ്രാനൈറ്റ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോഴാണ് തൊഴിലാളികൾക്ക് കിട്ടുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് വരുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന തൊഴിലാളികളാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെ ലൈഫിന്റെ വീടുകൾ ഒരുപക്ഷെ നമ്മളെ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫിന്റെ വീടുകൾ അനുവദിച്ചിരിക്കുന്ന ഒരു പഞ്ചായത്താണ് കുമ്മൾ ഗ്രാമപഞ്ചായത്ത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും മലയോര മേഖലയായ കുമ്മൾ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പൊ ഈ ലൈഫിന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള പാവപ്പെട്ട ആൾക്കാരുടെ മുഴുവൻ സാധന സാമഗ്രികളും ഇവിടുത്തെ സ്റ്റേറ്റ് താക്കളാണ് ഇറങ്ങി കൊടുക്കുന്നത്. ഒരു പൈസ അവരൊന്നും ആരെയും എന്ന് മേടിച്ചില്ല. നിങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ നാട് തൊട്ടയൽവശമായ അഞ്ചൽ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. എനിക്ക് നന്നായിട്ട് ആ ഗ്രാമത്തെയും ആ നാടിനെ കുറിച്ചൊക്കെ അതിന്റെ സഹിതം നന്നായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതിന്റെ ഭൂപ്രകൃതിയെ കൊണ്ട് അങ്ങനെ പഠിപ്പിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചു കർഷകർ, ഈ പറയുന്ന 2018 അന്നത്തെ ടി പി രാമകൃഷ്ണൻ, അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇറക്കിയ എല്ലാവരെയും കേട്ട്, എല്ലാ തൊഴിലാളി സംഘടനകളെയും കേട്ട് ഇറക്കിയ ഒരു ഉത്തരവുണ്ട്, നിയമമുണ്ട്. ഹൈക്കോടതി അതിനനുബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്, സർക്കുലറുണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലേ? നമുക്ക് വല്ല ബാധകമാണല്ലോ. നിയമം അനുസരിക്കുന്നല്ലോ എല്ലാവരും. നിയമത്തിന്റെ വഴിയിലാണല്ലോ എല്ലാവരും. ഇതിവിടെ അങ്ങനെ അല്ല, ആ സംഭവം അല്ലല്ലോ നടന്നത്. പ്രിയ പറഞ്ഞിരിക്കുന്നെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ്. പ്രിയ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി മാത്രമാണ് ഇപ്പൊ ഈ പ്രിയ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്റർലോക്ക് വന്നു, അത് ഇറക്കാൻ പോയി എന്നുള്ളത് സത്യമാണ്. തൊഴിലാളികൾ ഇവിടെ പോയി, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രിയ പറഞ്ഞ് ഇന്റർലോക്ക് നിങ്ങൾ ഇറക്കണ്ട, ഞാൻ ഇറക്കിക്കോളാം എന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് പറഞ്ഞില്ലേ? കൂലിയുടെ വ്യവസ്ഥ നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞില്ല. സത്യം വന്ന കാര്യം മാത്രമേ. പ്രിയ സഖാവേ, അതായത് ഈ 150 ഈ ടൈലുകൾക്ക് അല്ലെ ഈ കല്ലുകൾക്ക് ഇന്റർലോക്കിന് എത്ര രൂപ വെച്ചാണ് നമ്മൾ സാമാന്യ ഒരു ഏകീകൃത വ്യവസ്ഥയുണ്ടല്ലോ, ഏകീകൃത വ്യവസ്ഥ പ്രകാരം എത്ര രൂപ വെച്ച് വാങ്ങിക്കും? 150 കല്ലിറക്കുമ്പോ ഇവിടെ ഇപ്പം ബോർഡ് അനുവദിച്ചിരിക്കുന്നത് 300 രൂപ മേടിക്കാം. 300 രൂപ വാങ്ങിക്കും. അപ്പൊ ചോദിച്ചു എത്ര? ഒരു പൈസയും ചോദിച്ചിട്ടില്ല, ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല. ഉറപ്പാണ്. ഇതിവിടെ വന്നിരുന്ന കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണം, ടീച്ചർക്കെതിരെ കേസ് കൊടുക്കണം. കാരണം ഒരു പ്രബലമായ ഒരു സംഘടനക്കെതിരെ നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കും. കേസ് കൊടുക്കണം. കഞ്ചാവാണെന്നുള്ള പ്രിയ പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് നിയമപരമായ നടപടി സ്വീകരിക്കുന്നുള്ള ഉറപ്പാണ്. നമ്മുടെ നാട്ടില് ഇവിടെ ഈ വിഷയം അവിടെ നടക്കുമ്പോഴത്തെ അവിടെ തൊട്ടടുത്ത് വീടുകളുള്ള സ്ഥലമാണ്. അവിടുത്തെ സ്ത്രീ തൊഴിലാളികളായ സ്ത്രീകളായ അമ്മമാരുൾപ്പെടെ അവിടെ ഇറങ്ങിയെന്ന് ആരും ഒരു അസമയം പറഞ്ഞ രീതിയിൽ സംസാരിച്ചല്ലേ. ഇതിനെല്ലാം രാഷ്ട്രീയപരമായ കുറെ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു കല്ലിലോ ഒരു വീട്, അവരെ സംബന്ധിച്ചുള്ള അവരുടെ സ്വപ്നമാണ് ഒരു വീട്. ആ ഒരു വീട് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു കല്ലിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ
പ്രതിയോഗിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അജീഷ് അങ്ങനെ വല്ല വൈരാഗ്യം ഉണ്ടോ? ഇത് ഉണ്ടാകാനുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധം ഉണ്ടാകുന്ന കാര്യം കൂടെ പറയാൻ അനുവദിക്കണമല്ലോ. പറഞ്ഞോളൂ ശ്രീ ഹർഷം പറഞ്ഞു. ഇവര് വീടിന്റെ മതില് കെട്ടിയപ്പോഴത്തേക്ക് റോഡ് കൈകാര്യാണ് മതില് കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇടപെട്ട് ജനങ്ങൾ ആ പരാതി പഞ്ചായത്തിന് അറിയുകയും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള പോയത് പരിശോധിച്ച് അതിന്റെ നടപടി സ്വീകരിക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് അതായത് 8 മീറ്റർ റോഡ് ഇപ്പോൾ അളന്നപ്പോ 5 മീറ്റർ 50 സെന്റിമീറ്റർ മാത്രമാണുള്ളത്. അപ്പൊ റോഡ് കൈകാര്യം മതില് കെട്ടിയിരിക്കുന്നതിന്റെ ഭാഗമായി അവിടെ പ്രിയടുത്ത് പഞ്ചായത്ത് നാളെ പോയി ചർച്ച നടന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് നിയമപരമായ അതിന്റെ ബാക്കി സ്കെച്ചും പ്ലാനും എല്ലാം എടുത്തതിന് ശേഷം നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള നിലയിൽ പഞ്ചായത്ത് നിൽക്കുകയാണ്. അതൊന്ന്. രണ്ടാമത് പറയാം, പ്രിയയുടെ ഭർത്താവ് വിനോദ് പോലീസ് ഓഫീസറാണ്. അദ്ദേഹം സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരായിട്ട് നവമാധ്യമങ്ങൾ കൂടി FP പോസ്റ്റ് ഇട്ട് ഇപ്പം പണിഷ്മെന്റ് ട്രാൻസ്ഫർ മേടിച്ച് മലപ്പുറത്ത് ജോലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ യൂണിയനും പാർട്ടി നേതൃത്വത്തിനെതിരായി പ്രിയ നിരന്തരമായി ഈ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പ്രിയ ഇവിടെ ഒരു വിഷയത്തിൽ മാത്രമല്ല, എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ എല്ലാം വിഷയങ്ങളാണ്. കേന്ദ്രീയ വിദ്യാലയത്തിലെ SPC കേന്ദ്രീയ വിദ്യാലയത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. അവിടെ സ്വന്തം മകൾക്ക് വേണ്ടി ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അന്വേഷിച്ചു നോക്കി നിങ്ങൾ. കേന്ദ്രീയ വിദ്യാലയത്തില് SAPയിലെ സ്വന്തം മകൾക്ക് വേണ്ടി ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇതെല്ലാം നിങ്ങൾ തിരക്കി നോക്കണം. ഫാമിലി ക്വാർട്ടറിൽ താമസിക്കുക അയൽവക്കത്തുണ്ടായിരുന്ന അഷ്റഫും മുംതാസ് ദമ്പതികളുമായി സ്ഥിരം വഴക്ക്, ഉത്തരവിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾ നിരന്തരം ഈ പോണ സ്ഥലത്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെല്ലാം CITUവിന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും മണ്ടൽ കുതിര കയറുന്ന സ്ഥിതി ശരിയാണ്? പറയും. അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ഈ നാട്ടിലൊന്നും അന്വേഷിക്കണം. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രീ ഹർഷകുമാർ, എന്തിനാണ് ഇപ്പോൾ ഈ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആളുകൾ അവിടെ വരേണ്ടത്? അവർക്കപ്പോൾ എന്തോ കഴമ്പ് തോന്നിയിട്ടല്ലേ അവിടേക്ക് അവർ പരിശോധനയ്ക്കും കാര്യങ്ങൾക്കും വരുന്നത്? പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ പോലെ വസ്തുവിന്റെ സംബന്ധിച്ചാൽ പഞ്ചായത്തിന്റെ വസ്തു അവർ കയ്യേറി മറ്റോ ചെയ്തത്. അങ്ങനെ അവിടെയെങ്കിൽ റീസർവേ ചെയ്യാം, പുരയിടമടക്കാം. ഇവർ കരം ഒടുക്കുന്ന വസ്തുവാണോ? കാരണം കരം അടയ്ക്കാതിരിക്കില്ലല്ലോ. കരമടയ്ക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് അവിടെ റോള്? നിങ്ങളല്ലോ നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം എന്താണ്? അവിടെ പോയി ഈ പറയുന്ന ഏകീകൃതമായിട്ടുള്ള ഒരു സംസ്ഥാനം സർക്കാർ അനുവദനീയമായിട്ടുള്ള ഒരു തുക പ്രകാരം 300 രൂപയ്ക്ക് കല്ലിറക്കി കൊടുക്കുക, 150 കല്ല് ഇറക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാളക്കച്ചവടം നടത്തുന്നത് പോലെ ഭീഷണി മുടക്കി കയ്യൂക്ക് കാണിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് നൽകിയത് ശ്രീ ഹർഷകുമാർ? ഇത് ആദ്യത്തെ സംഭവമല്ല. കൊച്ചിയിലൊരു വീട്ടമ്മ, ആ വീട്ടമ്മയടക്കം ഇതുപോലെ സമാനമായ ധീരമായ പോരാട്ടം നടത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. പോട്ടെ, കഴിഞ്ഞ 2024 സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റവും വലിയ നാണക്കേടായിരുന്നു. അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയൊരു പന്തലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉപകരണങ്ങൾ ഇടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അപമാനകരമായ കാര്യം. അതിനുശേഷമാണ് ആ തൊഴിൽ മന്ത്രി പോലും നാണം കെട്ട അവസ്ഥയിലായിരുന്നു പിന്നീട് ഇതിനെതിരെ നടപടിക്ക് ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഇത് പുതിയ സംഭവമല്ല, ആദ്യത്തെ സംഭവമല്ല. ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ഒരു അനുഭവം ഉണ്ടാവും. എന്താണ് എപ്പോഴും നമ്മൾ സ്വീകരിക്കുക? നമ്മളൊരു വാടക വീട് മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം ഇറക്കുമ്പോഴോ സ്വാഭാവികമായും കുറച്ച് ടീമുകൾ അവിടെ വരും. വന്ന് ഒന്നുകിൽ നോക്കുകൂലിയുടെ പേരിലായിരിക്കും. ഇപ്പോൾ നോക്കുകൂലി നിരോധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലും മനസ്സിലാകാത്ത കുറേ ആളുകൾ, എല്ലാവരെയും പറയുകയല്ല, കുറച്ചെങ്കിലും ആളുകൾ കാണും ഇതേ അനുഭവമുള്ള ആൾ. അപ്പോൾ ഈ പച്ചയായ ഹരിചന്ദ്രന്മാരൊന്നും ചമയേണ്ട ശ്രീ ഹർഷകുമാർ. ഹരിചന്ദ്രന്മാരൊന്നും അല്ല എല്ലാവരും. കാര്യങ്ങൾ എല്ലാവർക്കും അരമരുന്നിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അത് പുതിയ സംഭവമല്ല. അതുകൊണ്ട് അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺ, താങ്കൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ. ഇതുപോലെ ഒരാഴ്ച മുമ്പ് അത് എന്റെ ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഈ കല്ല് തന്നെയാണ്, ഇന്റർലോക്ക് തന്നെയാണ്. അപ്പൊ അത് രാത്രി വന്നതിനാണ് ഞങ്ങൾ ഇറക്കി. അപ്പൊ അത് ഇറക്കിയിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ വേറെ സാധനം വരുമ്പോൾ അവർ ഇതേപോലെ കൂലി ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഞാനത് കൊടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇറക്കാൻ മതി പറഞ്ഞു. അതേപോലെ ഹോളോ ബ്രിക്സ് ഇറക്കി. അടുത്തത് വന്നത് കുറച്ച് മെറ്റലാണ്. മെറ്റൽ വരുമ്പോൾ അവർ വന്നിട്ട് അവർ ആധിപത്യം സ്ഥാപിച്ച് ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല, റോഡിന്റെ നടുക്ക് വെട്ടി ഇറക്കാൻ മാത്രമാണ് അവർ തയ്യാറാവുന്നത്. അരുൺ, ഈ കുമിൾ പ്രദേശത്തുള്ള ആളാണോ? ഞാൻ കല്ലറ, അതായത് ഏകദേശം അടുത്ത് വരികയാണ്. അടുത്ത് കല്ലറ തന്നെ. അതിപ്പോ ഞാനിപ്പോ പറയുന്നത് ഏത് യൂണിയൻകാരായാലും CITU ആയാലും INTC ആയാലും ഞാൻ രണ്ടുപേരും എടുത്ത് പറയുന്നുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് അവർ പെരുമാറുന്നത്. ഇക്കാര്യത്തിൽ ഒരു അവസാനം അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. നമ്മുടെ പൈസ എങ്ങനെയെങ്കിലും ഒരു കരസ്ഥമാക്കുക എന്നുള്ളതാണ് അവർ ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലാസ്റ്റ് നടന്ന ഈ ടീച്ചറുടെ സംഭവം താങ്കൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ എന്താണ് ഇപ്പോൾ ഹർഷകുമാർ പറഞ്ഞല്ലോ, ടീച്ചർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ്, പിന്നെന്താണ് ടീച്ചർക്ക് അവിടെ വസ്തു, ടീച്ചർ ഈ അധ്യാപിക കയ്യേറിയ കുറച്ച് ഭൂമിയുണ്ട്, പഞ്ചായത്തിന്റെ ഭൂമി കൂടി കയ്യേറിയിരിക്കുകയാണ്, ഇതൊക്കെയാണോ സത്യം? അല്ല, ഒരിക്കലും എനിക്കത് ഒരിക്കലും ശ്രീമതി പ്രിയ അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് അവരോടുള്ള വൈരാഗ്യം കൂടെ ഇതിലുണ്ട്, അത് വേറൊരു വിഷയം. അത് രാഷ്ട്രീയമായിട്ട് അവരോട് വൈരാഗ്യം പുലർത്തുന്ന ആൾക്കാരോട് ഒത്തിരി ഉണ്ട്. ടീച്ചർ എല്ലാത്തിനും സ്വന്തമായിട്ട് ഇപ്പൊ ഇറക്കാൻ തയ്യാറായി. അതേപോലെ എല്ലാ വീട്ടമ്മമാരും അതിന് മുതിരണമെന്നില്ല. ടീച്ചർ ആയതുകൊണ്ട് ടീച്ചർ സംസാരിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് ടീച്ചർക്ക് അത് കഴിഞ്ഞത്. സാധാരണ ഒരു ആൾക്കാരായിരുന്നെങ്കിൽ അവർ ആധിപത്യം സ്ഥാപിച്ച കാശ് മേടിച്ചുകൊണ്ട് തന്നെ പോയനാ. അതാണ് ഞങ്ങൾ വാങ്ങിച്ചേ പോകുമെന്ന് പറയാണ്. ഞാൻ പറഞ്ഞ ടീച്ചറിനോട് ഞാൻ വീണ്ടും ഒരു സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം ഇത്തരം ഒറ്റയാൻ പോരാട്ടങ്ങൾ മാത്രമേ അതിനെയൊക്കെ ചെറുക്കാൻ കഴിയുകയുള്ളൂ. കാരണം അലിഖിതമായൊരു നിയമം നടത്തുകയാണ്, ഒരു ഡൈനാസ്റ്റി പോലെ, ഒരു സാമ്രാജ്യ പ്രദേശം പോലെ അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ നിയമം ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ ഇതിനപ്പുറത്തേക്ക് ചലിക്കില്ല, നയാ പൈസ പോലും നിങ്ങൾ തന്നില്ലെങ്കിൽ, ഒരു രൂപയും കൂടുതൽ തന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഇറക്കണ്ട, ആ ഒരു സമീപനമാണ്. അതാണോ അവിടെ സംഭവിച്ചതായിരുന്നു? പെരുമാറി അതേപോലെയാണ്. ലാസ്റ്റ് എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. എന്റെ വൈഫ്, എന്റെ അമ്മ എല്ലാവരും ഇറങ്ങിപ്പോ വളരെ മോശമായിട്ട് സംസാരിച്ചു. അവസാനം എല്ലാവരും ഇത് കേട്ട് പുള്ളി ഒരു പ്രത്യേക ഒരു വേർഡ് കൂടെ ഉപയോഗിച്ചു. അതിനെതിരെ പിന്നെ പുള്ളിക്ക് ഒന്നും പറയാതിരിക്കാൻ പറ്റാത്തതിന് പുള്ളി പോയതാണ്, മടങ്ങി പോയതാണ്. ഞാൻ കാശ് കൊടുത്തില്ല. ഞാൻ പറയും നിങ്ങൾ അവർ ചോദിച്ച കാശ് ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. എനിക്ക് എന്റെ കൂലി ഇത്രയാണ്, ഇത് തരും, വേണമെങ്കിൽ മേടിക്കല്ലേ പോവുക. പക്ഷെ ഞാനിപ്പോ സാധാരണ ആൾക്കാരുടെ മുമ്പ് എല്ലാവരും പ്രതികരിക്കണമെന്നില്ല. അവര് ഇപ്പൊ 100 രൂപയുടെ സ്ഥാനത്ത് 500 മേടിച്ചിട്ടാ പോകുന്നത്. എങ്ങും ഒരു കണക്കില്ല, ഒരു കണക്കെന്ന് അവർക്ക് പ്രശ്നമേ അല്ല. അവര് ചോദിക്കുന്നവരാണത്. അതാണ് ഈ എല്ലാ തൊഴിലാളി യൂണിയനും ഉണ്ട് കേട്ടോ. ഞാൻ ഒരാളെ മാത്രം പറയാം. അതെ, ഇക്കാര്യത്തിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. ബാക്കിയുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ഈ തുട്ടിന്റെ കാര്യത്തിൽ എന്തായാലും ഉണ്ടാകുന്നില്ല. ഇക്കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതൊരു അത്ഭുതമേ അല്ല. എല്ലാവർക്കും, ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പറയാൻ ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രിയ ടീച്ചർ, ഇപ്പോൾ ഹർഷകുമാറിന്റെ പ്രതികരണം കേട്ടുവല്ലോ. അപ്പോൾ നാളെ മുതൽ ടീച്ചർ ഒരു കയ്യേറ്റക്കാരിയായി മാറുകയാണ്, വേണമെങ്കിൽ പിടിച്ചുപറിക്കാരിയായും മാറപ്പെടും. കാരണം അവിടെ വന്ന ആളുകളുടെയും നിങ്ങൾ പൈസ പിടിച്ചു പറിച്ചു എന്ന് പറയും. അപ്പോൾ ആ നിലയ്ക്കാണ്. അപ്പോൾ ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റുമോ ഇനി? അവർ ഭീഷണി മുഴക്കിയിട്ടാണ് പോയത്. ഞങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ട്, നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട്, നിങ്ങൾ എവിടെ ഇങ്ങനെ വീടും വെച്ചിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുമോ, അതൊക്കെ ആ സമയത്ത് ചോദിച്ച കാര്യങ്ങളാണ്. താമസിക്കുന്നതൊന്ന് കാണാമല്ലോ, ഇങ്ങനെയൊക്കെ വെറുപ്പിച്ചിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്നാണ് അവർ അന്നേരം ചോദിച്ചത്. ഇപ്പോൾ ഞാനിങ്ങനെ വരുമ്പോഴും പലർക്കും കൺഫ്യൂഷനായിരുന്നു, ഇനി എന്ത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. അന്ന് രാത്രി പോലും ആ അയൽപക്കത്ത് ഉറങ്ങാത്തവരുണ്ടായിരുന്നു. രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പോലീസ് വന്നിരുന്നു കേട്ടോ. പോലീസ്, ഞാൻ പാങ്ങോടാണ് വിളിച്ചത്. പോലീസുകാർ ആ സമയത്ത് വാഹനം അവർ മറ്റൊരു സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് അവർ വരികയും, പിന്നെ ഞാൻ രേഖാമൂലം അന്നേരം പരാതിയൊന്നും കൊടുക്കുന്നില്ലല്ലോ സാറേ, ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ ഇത്രയും അധ്വാനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 11:30 മണിയൊക്കെ ആയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അന്നേരം റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും ഞാൻ കൊടുത്തില്ല. പക്ഷേ ഇപ്പം മറ്റൊരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്. സ്കൂളിൻ്റെ അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൻ്റെ തിണ്ണ കാണാത്തവരെന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഇപ്പോൾ ഇവിടെ വന്നിരുന്ന ആ ഹർഷൻ സഖാവിനെ. കാരണം അദ്ദേഹം എത്ര വിവരക്കേടാണ് പറഞ്ഞതെന്നറിയാമോ. അദ്ദേഹം മറ്റ് 2-3 ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഇരുന്ന് പറഞ്ഞു വെറുതെ. അതായത് ആരെയും എന്തും പറയുന്ന CPM-ൻ്റെയും CITU-ൻ്റെയും കാര്യം ഇപ്പം നമുക്ക് പച്ചയ്ക്ക് മനസ്സിലായി. നമ്മുടെ മുന്നിൽ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് പോയതാണ്. 20 വർഷത്തോളം സ്കൂളിൽ നിന്ന് എനിക്ക് ഇവരുടെ ആരുടെ മുന്നിലും ഇതൊന്നും സമർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എത്രത്തോളം വിവരക്കേടാണ് ഈ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം അതറിഞ്ഞോളും. അദ്ദേഹം ആരെക്കുറിച്ചൊക്കെയാണ്, ഒരു പെൺകുട്ടിക്കാണ് ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കൂളിൽ നിന്ന് വരട്ടെ, ഈ കേന്ദ്രീയ വിദ്യാലയ SAP-യും കേന്ദ്രീയ വിദ്യാലയ പട്ടവും ഞാൻ വർക്ക് ചെയ്ത നിരവധി സ്കൂളുകളും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ എൻ്റെ അക്കാഡമിക്സ് എന്താണ്, ഞാൻ എന്ത് പഠിക്കാൻ പോയി, കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ പോയോ, ജേർണലിസം പഠിക്കാൻ പോയോ, അതിനുശേഷം ഈ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഞാൻ ട്രാൻസ്ഫറായി, എൻ്റെ കുടുംബം ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ എവിടെ താമസിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഈ മനുഷ്യൻ എന്താ ഈ പറയുന്നത്? എന്ത് വിവരക്കേടാണ് മനുഷ്യൻ നിങ്ങൾ പറയുന്നത്? അവിടെ ആ നാട്ടിലെ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാരെ എല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? നല്ല രീതിയിൽ വാർഡ് നോക്കുന്ന, നല്ല രീതിയിൽ ചെയ്യുന്ന മെമ്പർമാരെയും നല്ല പയ്യന്മാരെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ ഓരോ അപവാദങ്ങൾ ചെയ്ത് പറഞ്ഞ് കത്തിക്കുത്തും അടിപിടിയും നടത്തി അതിന് നേതൃത്വം കൊടുത്ത് നടക്കുന്ന നിങ്ങളൊക്കെ സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് എനിക്കെന്താ രാത്രി 10 മണി വരെ ഈ 120 അല്ലെങ്കിൽ 180 കല്ലുകൾ ഇറക്കാൻ എനിക്കെന്താ? ഞാൻ ഈ ഇറക്കുന്നത് നിങ്ങൾ ഇത്രയും പേരും കണ്ട്, നിങ്ങൾ ഉൾപ്പെടെ, സഖാവ് ഹർഷൻ ഉൾപ്പെടെ അവിടെ വന്ന് നിന്ന്
നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലേ? ഈ 10-30ഓളം പേര് മദ്യപിച്ച് അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ ഒരു വനിതയാണ്, അവരുടെ ഹസ്ബൻഡ് തൊഴിലാളി, സീറ്റിന്റെ തൊഴിലാളിയാണ്, അവരുൾപ്പെടെ വന്ന് നിന്നു. നിങ്ങളെന്താ എനിക്ക് കാവല് തരാൻ വന്നതോ? എനിക്ക് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വന്നതാണോ? ആണോ? സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് രാത്രി 2 നേരം ഒരു ലോഡ് കല്ലിറക്കിച്ചിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നോ? നിങ്ങൾ എന്തൊക്കെ അപവാദങ്ങളാ വിളിച്ച് പറയുന്നത്? നിങ്ങളാ പള്ളി, നിങ്ങൾ ഭരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ MLA ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ വാർഡ് മെമ്പർ, നിങ്ങളാ തച്ചോണത്ത് പള്ളിയുടെ ഒന്ന് നോക്ക്. പരസ്യമായി പകൽ സമയങ്ങളിൽ കുപ്പി പൊട്ടിച്ച് മദ്യപിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കണ്ടു. അവിടെ എപ്പോൾ വന്നാലും അത് കാണാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് ശ്രീ ഹർഷൻ സഖാവെ ആ ഇറക്കിയ കല്ലിന്റെ കട്ടി പോലെ മനസ്സാകരുതേ ശ്രീ ശ്രീകൃഷ്ണൻ അവസാനം അതൊക്കെ നമുക്ക് അതൊന്നല്ല വിഷയം. ശ്രീ മദ്യം മേടിച്ചു കൊടുത്ത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തറിയാം കേന്ദ്രീയ വിദ്യാലയത്തെ കുറിച്ച്? മനുഷ്യ നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ അതിന്റെ പണി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? എവിടെയാ പഠിച്ചത്? നിങ്ങൾക്ക് എന്തറിയാം കേന്ദ്രീയ വിദ്യാലയത്തിനെ കുറിച്ച്? കേന്ദ്രീയ വിദ്യാലയത്തിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നു, അവിടെ എക്സാം നടക്കുന്നു. ഒരു വിദ്യാലയ സമ്പ്രദായത്തെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ, ഏറ്റവും മഹത്തായ, ഏറ്റവും കേന്ദ്രീയ വിദ്യാലയം. ആ കേന്ദ്രീയ വിദ്യാലയത്തിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അധികാരം മടങ്ങെത്താം. രണ്ടുപേരും ഒന്ന് സംയമനം പാലിക്കുക. ഇപ്പോൾ പ്രിയ ടീച്ചർ ഭർത്താവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അങ്ങ് ഈ ചർച്ച കാണുകയാണ്, കേൾക്കുകയാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഹർഷൻ CATUവിന്റെ നേതാവ് പറഞ്ഞ കുറച്ച് ആരോപണങ്ങളുണ്ട്. എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എന്നെക്കുറിച്ച് വ്യക്തിപരമായി കൂടി പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് പോലീസ് സർവീസ് ആയതുകൊണ്ട് തന്നെ പറയാൻ പെർമിഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം വല്ലാതെ വൈകാര്യമായി പോയി. ശ്രീ വിനോദ് പറഞ്ഞോളൂ. അങ്ങ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പല കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ആ അധികാരം ഉപയോഗിച്ചെന്ന ദുസൂചന ഈ വ്യക്തി, ഇപ്പോൾ നമ്മളൊപ്പം പാനലിരിക്കുന്ന വ്യക്തി പറയുന്നുണ്ട്. പിന്നീട് അവിടെ കയ്യേറ്റത്തിന്റെ കാര്യം പറയുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് ചുരുക്കി പറയാം താങ്കളുടെ അനുഭവം? സാറ് ഒന്നുമില്ല. ആ മതില് കെട്ടിയത് ഏതാണ്ട് 1.5 അടി ഞങ്ങൾ അകത്ത് വെച്ചാണ് മതില് കെട്ടിയത്. എന്നെങ്കിലും റോഡ് വികസിക്കുമ്പോ ആ മതില് അങ്ങനെ നിൽക്കണ്ട എന്ന് കരുതി ഞങ്ങൾ മതില് 1.5 അടി അകത്ത് വെച്ചാണ് കെട്ടിയത്. പിന്നെ അവിടുത്തെ എഞ്ചിനീയറും പഞ്ചായത്ത് മെമ്പറും ഇവിടെ വന്നിട്ട് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്താണ് പോയത്. നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ്. ഞാൻ ചോദിച്ചു, അപ്പുറം ഇപ്പുറം ഏതെങ്കിലും മതിൽ കെട്ടിയത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞ അങ്ങനെയാണ്. ഒരു AXE വന്നിരുന്നു, ഒരു വനിതയാണ്. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ അകത്ത് വെച്ചാണ് കെട്ടിയത്, ഞങ്ങളെ കല്ലവിടെ കിടപ്പുണ്ടെന്നേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. പറഞ്ഞു അകത്തിട്ട് കല്ലാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എങ്കിൽ ഞാൻ വൈഫിനെ കൊണ്ട് ഇറക്കില്ലായിരുന്നു. ഇത് മറ്റൊരാർക്കും സംഭവിക്കാൻ പാടില്ല. മാത്രമല്ല അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, പരിമിതികളുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ്? റവന്യൂ വകുപ്പിൽ നിന്നും RDO ഉണ്ട്, തഹസീൽദാറുണ്ട്, ഏറ്റവും തലപ്പത്ത് RDO ഉണ്ടല്ലോ. ഇവർക്കൊക്കെ പരാതി നൽകാം. ക്രമപ്രകാരം അവർ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകി അത് അളക്കും ആ പുരയിടം. അതല്ലാതെ CATUകാരല്ലോ അളക്കേണ്ടത്, CATUകാരനല്ലോ അളക്കേണ്ടത്. ശ്രീ ഹർഷകുമാർ, അവസാനമായി ആ ബില്ലെങ്കിലും വാങ്ങിച്ച പൈസയുടെ ബില്ലെങ്കിലും കൊടുക്കണേ. ശ്രീ ഹർഷകുമാർ വാങ്ങിയ പൈസയുടെ ആ ബില്ലെങ്കിലും കൊടുക്കണേ. എവിടെ അങ്ങനെയൊക്കെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പുറകെ പോകുന്ന അല്ലല്ലോ CATUവിന്റെ ജോലി. നാട്ടിലെ ആൾക്കാർ അങ്ങനെ പറയുന്ന അടുത്ത് പുറകെ അങ്ങനെ പോകണോ? എന്തെങ്കിലും നമുക്കെതിരായ വ്യക്തിപരമായ വിഷയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പാർട്ടിക്കും യൂണിയനും എതിരായിട്ട് പ്രിയ നിരന്തരം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തൊക്കെ ഒന്ന് അറിയണം. നാട്ടിലെ ആൾക്കാർ പറഞ്ഞൂടാ. ഈ നാട്ടിൽ ഇപ്പൊ വന്നിവിടെ താമസിക്കുന്നു, നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരുടെ വിഷയങ്ങൾ ഇടപെടുന്നില്ല. അപ്പൊ ഇവിടെ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇതൊക്കെ ഒരു ഷോ ആണ്. ഇതൊന്നും ഒരു സത്യമില്ല. നിങ്ങൾക്ക് വലിയ പ്രസ്ഥാനത്തോട്, കാരണം ഇക്കാര്യത്തിൽ 3 യൂണിയനുകളും ഈ യൂണിയനും 3 യൂണിയനുകളും എതിരെ ചെറുത്ത് നിൽക്കാൻ ഈ അധ്യാപികയ്ക്ക് ധൈര്യമുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചുമ്മാ ഷോ ആണ്. പിണറായി വിജയൻ മഴവെറിഞ്ഞ് നേടിയ കേരളമൊന്നുമല്ല. പിണറായി വിജയനെ മഴവെറിഞ്ഞ് നേടിയ കേരളമൊന്നുമല്ല.
വാർത്തയായി നാട്ടിൽ കുറച്ച് ആൾക്കാരാണ് അറിയുന്നതിന് വേണ്ടിയുള്ള ഹർഷൻ സഖാവേ, ലോഡിങ് കൂലി കൂട്ടി ചോദിച്ച് കൊള്ള ചോദിച്ചതിന് കുടുംബം മൊത്തം അപമാനിക്കുന്ന രീതിയിൽ, പെൺകുട്ടികളെ അപമാനിക്കുന്ന രീതിയിൽ, രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച നിങ്ങൾ കണ്ടോളൂ എന്താണ് സംഭവിക്കാൻ പോണോ. നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഈ അനാവശ്യമായ കാര്യങ്ങൾ നമുക്കൊരു സംയമനത്തിന്റെ ഈ ചർച്ച നമ്മൾ വെറുതെ വായിട്ടലക്കാതെ നമുക്ക് സംയമനത്തിന്റെ പാതയിലേക്ക് പോകാം. ഈ ശ്രീ ഹർഷസഖാവ് ഒരേ നാട്ടുകാരാണ്, ഒരു നാട്ടുകാരൻ, ഹർഷസഖാവ് ഒരു നാട്ടിലാണ്. അപ്പോൾ സാഹോദര്യത്തോടെ അങ്ങ് പോകാം. അപ്പോൾ അങ്ങനെ ശാന്തമായിട്ട് ഈ സംഭവം അങ്ങ് അവസാനിപ്പിച്ചൂടെ നമുക്ക്? അല്ല, ഇത് ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ അവരെ വീട്ടിൽ കയറ്റി ഓടിറക്കുന്നതിന് നമ്മളെ തടസ്സമല്ല. അവർക്ക് ഇറക്കിക്കൊണ്ട് പോകുന്നതിന് ഒരു വിഷയമല്ല. ഇത് ഇത്തരം വഷളാക്കേണ്ടതാ ഒന്നുമില്ല. പിന്നെ ഇത് പറഞ്ഞല്ലോ, നമ്മളെ ഓരോ കുടുംബവും അവരുടെ വീടിന്റെ മുറ്റത്ത് ഇറക്കുമ്പോൾ നിങ്ങൾ വന്ന് ഇതുപോലുള്ള ഇപ്പൊ ഞങ്ങളുടെ നിന്നുള്ളതല്ല, ഇനി അങ്ങോട്ടുള്ള തച്ചോണത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, അവിടെയുള്ള ഓരോ നാട്ടുകാർക്കും ഇത് തന്നെയാണ് ഫലം. അവരുടെ എല്ലാവരുടെ അവസ്ഥ ഇതാണ്. അവർക്ക് ഇത് സംഭവിക്കരുത്, ഇനി അങ്ങോട്ട് ഇത് സംഭവിക്കരുത്. ഇതൊരു അവസാനത്തെ കേസായി മാറുക. ഇതൊരു കുടുംബത്തിന്റെ ഒരു വീടിന്റെ പ്രശ്നമാണ്. ബാക്കിയുള്ളിടത്തെല്ലാം പോകുന്ന ഈ തൊഴിലാളികളാണ്. അപ്പോൾ തൊഴിലാളികൾ അങ്ങ് പറഞ്ഞാൽ കേൾക്കില്ലേ? അങ്ങ് പറഞ്ഞാൽ കേൾക്കില്ലേ? ഞാൻ പറയുന്നല്ല, നമ്മളെ പാർട്ടി യൂണിയൻ പറഞ്ഞാൽ അതിന്റെ അപ്പുറം ചലിക്കുന്നതല്ല ഇവിടുത്തെ യൂണിയൻ. ഇവിടെ ആ ഒരാളിന്റെ യൂണിയൻ പറയില്ല. അതാണ് പ്രശ്നം. പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരെ ബലി കൊടുക്കുകയാണല്ലോ. അവരെ ബലി കൊടുത്താണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് പാർട്ടി വളർത്താനും സംഘടന വളർത്താനും പാവപ്പെട്ട തൊഴിലാളികളും അവരുടെ കുടുംബവും വേണം. പൈസ മേടിക്കില്ല. ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. ഒരു സംഭവം നമ്മുടെ നാട്ടില് നിങ്ങൾ യഥാർത്ഥ മാധ്യമധർമ്മമെങ്കിൽ തച്ചോണം എന്ന പ്രദേശത്തോ കുമ്മൾ എന്ന പ്രദേശത്തോ വന്ന് നിഷ്പക്ഷമായി ഒരുപക്ഷെ കോൺഗ്രസ്സുകാരെടുത്തോ BJP-ക്കാരെടുത്തോ ചോദിക്കും, ഇവിടുത്തെ CIT-ക്കാർ അമിതമായി ചാർജ് മേടിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു തെളിയിച്ചേരി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മളെ തച്ചോണം മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? നല്ല അന്തരീക്ഷത്തിൽ മറ്റുള്ളവർ ഇറക്കിയാലും വൈകുന്നേരം ചെന്ന് നോക്കുകൂലി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവരെടുത്ത് തരും. അവർക്ക് ഇതുപോലെ പ്രതികരിക്കാൻ പറ്റില്ല. അവർക്ക് ഇതുപോലെ ഒരു ലോഡ് കല്ല് ഇറക്കാനുള്ള ആരോഗ്യസ്ഥിതിയോ ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ മറ്റു നിയമവശങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതിനുള്ള ആത്മധൈര്യം കാണില്ല എല്ലാവർക്കും ഒരുപോലെ. അത് മുതലെടുക്കരുത്. അവിടെയുള്ള തച്ചോണത്തുള്ള അല്ലെങ്കിൽ കുമ്പളുള്ള ജനങ്ങളുടെ അവരുടെ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കരുത്. അത്രേ ഉള്ളൂ. അങ്ങാണ് അവിടുത്തെ നേതാവെന്ന് പറയുന്നപ്പോൾ ഈ വളർന്നു വരുന്ന ഒരുപാട് കുട്ടി സഖാക്കളൊക്കെ നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് ആ മേഖലയിൽ. കാരണം കണ്ണൂരെ കഴിഞ്ഞാൽ ഏറ്റവും വിപ്ലവ ഭൂമി എന്ന് പറയപ്പെടുന്ന കടക്കലിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളൊക്കെയുള്ള ഇടങ്ങളാണ്. അപ്പോൾ മാതൃകാപരമാകണം കാര്യങ്ങൾ. അപ്പോൾ ഈ കാളച്ചന്തയിൽ കാളക്കച്ചവടം നടത്തുന്ന പോലെ ആകരുത്. ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് പോകണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ ഇനി ഈ അധ്യാപികയ്ക്ക് മറ്റൊന്നും രീതിയിലുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഷ്പെരുമാറ്റമോ ഉണ്ടാവുകയും പാടില്ല. സഖാവെ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ തരാനുള്ള ബില്ല് എന്ത് ചെയ്യും സഖാവെ? ഒരു റെസിപ്റ്റ് തരാമെന്ന് പറഞ്ഞു പോയതല്ലേ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുനിന്ന് രാത്രി 10-11 മണിക്ക് ഒരു ബില്ലുണ്ടായിരുന്നല്ലോ. ആ ബില്ല് എന്താ തരാനുള്ള ഉത്തരവ്? ഇന്നലെ വന്ന് കാഴ്ചക്കാരായിട്ട് മിനിഞ്ഞാന്ന് വന്ന് താങ്കൾ നേതൃത്വം കൊടുത്തല്ലോ, എനിക്ക് സുരക്ഷ തന്നല്ലോ. ഞാൻ ഒരു ലോഡ് കല്ലിറക്കുന്നതും കണ്ടുകൊണ്ട് താങ്കൾ നിന്നല്ലോ. എന്നിട്ട് ആ ബില്ല് കൊണ്ട് തരാത്തതെന്താ? അല്ല പോട്ടെ ടീച്ചറെ, പോട്ടെ. ആ ബില്ലിന്റെ പേരിൽ നീ വാശി പിടിക്കണോ? ബില്ലിന്റെ കാര്യം പറഞ്ഞു. തൊഴിലാളികൾക്ക് ഇത്ര രൂപ ഏറ്റവും കുറഞ്ഞ റേറ്റ്. നിങ്ങളെല്ലാം പറയും ഈ പറഞ്ഞ ഗ്രാനൈറ്റും 1500 സ്ക്വയർ ഫീറ്റ് ടൈലും ഗ്രാനൈറ്റ് ഇറക്കുമ്പോഴത്തേക്ക് 3000-3500 രൂപ ഒരു കൂടുതൽ. നിങ്ങളാണ് ഇതങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഫ്ലോറൊന്നും കൂടെ ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു അറിയാലോ. നിങ്ങൾക്കറിയാലോ. വെറുതെ തട്ടിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞോണ്ട് പോകാതെ എന്തായാലും ഒന്നുമില്ലാതെ ഒരു നാട്ടിലുള്ള ആളുകളാണ്, ഒരു നാട്ടിലാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടായാൽ ഓടിയൊക്കെ വരേണ്ട ആളുകളൊക്കെയാണ്. അത് അവിടെയായാലും ഇവിടെയായാലും എല്ലാവർക്കും അത് ബാധകമാണ്. മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു മനുഷ്യത്വം ഒന്ന് കാണിക്കുക. ഇനി ഒരു വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ രാത്രി ഇത്രയും കല്ല് ചുമക്കേണ്ട ഒരു ഗതികേട് ആ നാട്ടിൽ നിന്ന്, അത് നല്ലൊരു നാടാണ്, ആ നാട്ടിൽ നിന്ന്, ആ നാട് ഈ കേരളത്തിലെ ദുഷ്പേരായി മാറാതിരിക്കുക. സഖാവെ ഹർഷകുമാർ, വളരെയധികം നന്ദി. ഒപ്പം അധ്യാപിക പ്രിയ വിനോദം പ്രതികരിച്ചത് വളരെയധികം നന്ദി.